ഹലോ ഗായ്സ്, ഞാൻ ഇന്നലെ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നോ? അതിന്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ പുൽക്കൂട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. പിന്നെ ഇതിൽ നമ്മൾ ഇന്നലെ ഷോർട്ട് വീഡിയോയുടെ കുറച്ച് വീഡിയോസുകൾ ഷൂട്ട് ചെയ്യുന്നത് അമ്മച്ചി അറിയാത്ത കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നേ. അതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ടൈമിലുള്ള ആ കുറച്ച് കോമഡി ആയിട്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഹലോ ഗായ്സ്, നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണേ. പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ തപ്പി നമ്മൾ പെരേടത്തിലോട്ട് ഇറങ്ങിയതാണ്. ഒരു ഹായ് എടുത്താണ്. കൊച്ചുങ്ങൾ നല്ല കാറ്റുണ്ട്. രണ്ടുമൂന്ന് കമ്പുകളൊക്കെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നേരെ വലിച്ചുകൊണ്ട് പോയി. നല്ല കാറ്റുണ്ട് കേട്ടാ. വൃശ്ചിക മാസമായിട്ട് നല്ല കാറ്റുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്. ചിരിപ്പിക്കല്ലേ. ഒന്നുകൂടെ ചെയ്താണ് ഇപ്പൊ ചെയ്താണ്. അമ്മ ചിരിക്കാതെ ചെയ്. സമയായി കേട്ടാ. ഇപ്പൊ ഈ കണ്ടതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വീഡിയോ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോ പിടിക്കുന്നത്. സത്യത്തിൽ ഇത് അമ്മ അറിയാതെ എടുത്തതാണ് കേട്ടോ. അമ്മ അറിഞ്ഞിട്ടില്ല. വീഡിയോ കാണുമ്പോഴായിരിക്കും അമ്മ അറിയുന്നത് ഇങ്ങനെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടെന്ന് തന്നെ. അപ്പം നമുക്കൊക്കെ അഭിനയിക്കാൻ നല്ല രീതിക്ക് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ എത്ര ടേക്ക് എടുത്തിട്ടാണെന്ന് അറിയാമോ ഒരെണ്ണം ശരിയാവുന്നത്. അപ്പം നമുക്ക് നേരെ കാര്യത്തിലോട്ട് വരാം. നമ്മൾ നമ്മുടെ പെരേടത്തുനിന്ന് കുറച്ച് വട്ടക്കമ്പുകളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ ആ ഒരു തൊലിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീളത്തിന് തന്നെയാണ് അത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. അതുപോലത്തെ 4 കമ്പുകളുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുവരുമ്പോഴത്തേക്ക് മനസ്സിലാവും കേട്ടോ. വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കളയില്ല കേട്ടോ. നമ്മുടെ ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ ദേ ആ വെട്ടിയെടുത്തിരിക്കുന്ന പീസുകളൊക്കെ അണ്ണൻ ദേ ഇതുപോലെ നല്ല രീതിക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ കുറച്ച് പീസുകൾ വെട്ടിയെടുക്കണം. ഇതിന്റെ അളവ് ഞാൻ കാണിച്ചു തരാം. 22 ഇഞ്ച് കണ്ട. ഈ വലിപ്പത്തിലുള്ള കുറെ പീസുകൾ വെട്ടിയെടുക്കണം. എന്നിട്ട് ഇതിന്റെ തൊലി നമ്മൾ നേരത്തെ ഇരുന്നില്ലേ, അതേ കണക്ക് ഇതുപോലെ അങ്ങ് വലിച്ചും ഇരിക്കണം. ഈ പീസാണ്. ഈ പീസ് ഈ ഒരു ഗ്യാപ്പിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. നമ്മൾ വെട്ടിയെടുത്ത കുഞ്ഞു കുഞ്ഞു വട്ട പീസുകളുണ്ടല്ലോ, ഒരു 22 ഇഞ്ച് എന്ന് പറഞ്ഞത്, അത് നമ്മൾ നെടുകെ കീറി എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടായിട്ടോ കുറച്ച് വണ്ണമുള്ളതാണെങ്കിൽ 4ആയിട്ടൊക്കെ കീറിയെടുക്കാം. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം വൃത്തിയാക്കിയെടുത്ത 2 നീളമുള്ള കമ്പുകളുണ്ടല്ലോ, അത് ദേ ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിനിടയിലേക്കാണ് കേട്ടോ നമ്മൾ ആ ഗ്യാപ്പ് ഇട്ട് കൊടുത്തില്ലേ, അതിനിടയിലേക്ക് നമ്മൾ ആ നെടുകെ കീറിയ പീസിൽ ഒരെണ്ണം വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ ആ ഒരു മേൽക്കൂര സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ തന്നെ ആ നെടുകെ കീറിയ 2 പീസുകൾ കൂടി ദേ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ലെവലൊക്കെ പിടിച്ചിട്ട് അതുകൂടി നല്ലതുപോലെ ഒന്ന് ആണിയൊക്കെ വെച്ച് അടിച്ച് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായി കാണുമല്ലോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു മേൽക്കൂരയുടെ ആ ഒരു പോർഷൻ കൂടി ഇങ്ങനെ വെച്ച് നല്ലതുപോലെ ജോയിന്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ടാക്കണം കേട്ടാ. ഇത്രയും ഹൈറ്റ് ഉണ്ട്, എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്. അങ്ങനെയുള്ളത് 2 എണ്ണം ഇതുപോലെ ഒന്ന് അടിച്ചു കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ പറമ്പിലുള്ള ഇതുപോലെ കമ്പുകളൊക്കെ മതി കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മൾ ഇതേ ലെവല് പിടിച്ച് തറയിൽ 4 കുഴി എടുത്തിട്ട് അത് അവിടെ നല്ലതുപോലെ ഒന്ന് അടിച്ചുറപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ആ ഭിത്തിയോട് ചേർന്നൊരു കമ്പ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ. അതാണ് അണ്ണ നേരത്തെ നിന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചത്. ഇതെല്ലാം നമ്മൾ സ്ക്രൂ ചെയ്താണ് കേട്ടോ പിടിപ്പിക്കുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മൾ ആ പുൽക്കൂടിന്റെ താഴ്ഭാഗത്തും ഇതുപോലെ 4 കമ്പുകൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് എളുപ്പമാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കയറിപ്പോവും. കണ്ടില്ലേ, 4 സൈഡിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേൽക്കൂരയിലും അതിന്റെ അടിഭാഗത്തും ഒക്കെ നമുക്ക് പുൽക്കൂടല്ല പുല്ല് വെക്കണമല്ലോ, അതിന് നമുക്കിത് ഇതുപോലെ നല്ലതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ഡിസൈനിലൊക്കെ മാറ്റം വരുത്താം. എല്ലാം കുഞ്ഞു കുഞ്ഞു പീസ് കമ്പുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിന് യൂസ് ആക്കിയിരിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് പുല്ലല്ല വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ പച്ച ഓലയുടെ തുമ്പറ്റം കണ്ടോ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അത് ആദ്യം വെച്ചങ്ങ് മറയ്ക്കും കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടോ, അണ്ണൻ നിന്ന് അത് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ആണിയടിച്ച് വെച്ച് കൊടുക്കുവാണേ. കണ്ടില്ലേ, ഇതുപോലെ 2 സൈഡിലും അതുപോലെ തന്നെ താഴെ ഭാഗങ്ങളിലും വെക്കുന്നുണ്ട്. അതിപ്പോൾ തന്നെ കാണിച്ചു തരാവേ. അതിനിടയ്ക്ക് നമ്മൾ മിന്നൂട്ടൻ വീഡിയോ എടുക്കും അമ്മ എന്നൊക്കെ പറഞ്ഞ് 2 ഓലക്കീറൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് നല്ലതുപോലെ മനസ്സിലാവും കണ്ടോ. ആ 2 അറ്റത്തും നമ്മൾ സൈഡിലും മേൽക്കൂരയിലും എല്ലായിടത്തും ഫ്രണ്ട് പോർഷനിലും ഒക്കെ തന്നെ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ.
ഇതൊക്കെ നമുക്ക് ആ ഒരു ആണിയോ അല്ലെങ്കിൽ സ്ക്രൂവോ ഒക്കെ വെച്ചിട്ട് വെക്കാൻ പറ്റും കേട്ടോ. നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന സ്ക്രൂവിലൊക്കെ ഒന്ന് ഉടക്കി വെച്ചാലും മതി. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ അറ്റങ്ങൾ നല്ല വൃത്തിയായിട്ട് നമ്മളൊന്ന് വെട്ടി മാറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു നീണ്ടൊക്കെ കിടക്കുന്നില്ലേ, ആ പോർഷൻസ് എല്ലാം നല്ലതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് മാറ്റുന്നുണ്ട്. താഴെ ഭാഗത്തും അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ? അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ കൂടി ചെയ്ത് കൊടുത്തിട്ട് ഇതിന് മുകളിലോട്ടാണ് നമ്മൾ നമ്മുടെ കച്ചിയോ പുല്ലോ ഒക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് കച്ചിലൊന്നുമില്ല, നമ്മൾ ഈ പെരേടത്തിലൊക്കെ ഉള്ള ഉണങ്ങിയ പുല്ല് തന്നെയാണ് കേട്ടോ ഇതിന് വെക്കുന്നത്. അപ്പം ഞാൻ പുല്ലെടുക്കാൻ പോകണമെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ വെട്ടി വൃത്തിയാക്കുമ്പോൾ കണ്ടേ ഇങ്ങനെ കിട്ടുവേ. കൊള്ളാവോ? ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പുല്ല് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുവേ. ഇവിടെ കുറേ ഉണങ്ങിയ പുല്ലുണ്ടേ, അത് ഇതെടുക്കാൻ നോക്കാം. ഇത് കണ്ട നമ്മുടെ വൈക്കോല് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പുല്ല് എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ കുടഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ആ വലിയ പീസ് കമ്പുകളൊക്കെ ഒന്ന് പിറക്കി മാറ്റിയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ആ കുഞ്ഞു കുഞ്ഞു പീസുകളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നത് ഇതിന് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറേ പേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിലും ഇൻട്രസ്റ്റ് കാണുമല്ലോ. അപ്പം നമുക്കിതിലൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പറ്റുവാണെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഇതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ. നമ്മുടെ പറമ്പിലെ പുല്ലും കമ്പും ഒക്കെ തന്നെ ധാരാളമാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് കാണുമല്ലോ, ജോലിക്ക് പോകണവരും അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത ആളുകളും കാണും. അവർക്കൊക്കെ നമുക്ക് ഷോപ്പിൽ തന്നെ പുൽക്കൂടുകൾ കിട്ടുമല്ലോ. നമുക്ക് ഓരോ വർഷവും അത് തന്നെ എടുത്ത് യൂസ് ആക്കാൻ പറ്റും. അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ ആ ഒരു മേൽക്കൂര പോർഷനിലേക്ക് നമ്മൾ ഇതുപോലെ പുല്ല് വെച്ച് നല്ലതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ എടുത്തെറിഞ്ഞത് വേറൊന്നുമല്ല, നൂലാണേ. ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കറക്കി എടുത്തിട്ട് അങ്ങോട്ടങ്ങ് എറിഞ്ഞു തരും. അപ്പം ഞാൻ അവിടെ നിന്ന് പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ നല്ല രീതിക്ക് നൂല് വെച്ചും കൂടെ കെട്ടിയൊന്ന് ഉറപ്പിക്കുന്നുണ്ടേ. ഇനി നമ്മൾ ആ ഉൾപോർഷൻ ഉണ്ടല്ലോ, നമുക്ക് ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഒക്കെ വെക്കണമല്ലോ, അതിൻ്റെ ആ ഒരു ഉൾപോർഷനും കൂടി നമ്മൾ ഇതുപോലെ പുല്ലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ തൂങ്ങിക്കിടക്കുന്ന പുല്ലുകളൊക്കെ നമ്മൾ അവസാനം അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ. കണ്ടോ? നല്ലതുപോലെ നമുക്ക് പുല്ല് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തോനെ പുല്ല് എടുത്തുകൊണ്ട് വന്നായിരുന്നു, അതിൽ കുറച്ച് പുല്ല് നമുക്ക് വേണ്ടി വന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഈ വീഡിയോ ഇട്ടത് ആർക്കെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് കണ്ടിട്ട് ഉണ്ടാക്കാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ പുൽക്കൂടിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടത് കേട്ടോ. അപ്പം നമ്മളിത് നല്ലതുപോലെ ആ പുല്ലുകൾ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങിയിരിക്കുന്നതും ഇളവിയിരിക്കുന്നതും ഒക്കെ ഇങ്ങനെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മളൊരു വേലി കൂടി, വേലിയല്ല അതിൻ്റെ ആ ഒരു സൈഡിൽ വെക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ഹാൻഡ് റെയിൽ പോലെയുള്ള ഒരു സാധനം, കൈവരി പോലെ, അതും കൂടി നമ്മൾ നല്ലതുപോലെ തന്നെ ആ പുൽക്കൂടിൽ വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ സൈഡുകളിലേക്കും ഇങ്ങനെ നമ്മൾ വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഈ കാണുന്നതൊക്കെ നമുക്ക് അപ്പപ്പം തോന്നുന്ന ഐഡിയ ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്ത് കൊടുക്കാമല്ലോ, ഇങ്ങനെയൊന്നും വെക്കണമെന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ജോലിക്കിടയ്ക്ക് ഞാൻ ഈ സ്റ്റാർ മിന്നൂട്ടൻ്റെ അങ്കണവാടിയിലോട്ട് കൊണ്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാറാണേ. മിന്നൂട്ടൻ്റെ ടീച്ചർ എനിക്ക് പേപ്പർ തന്നിട്ട് ഈ സ്റ്റാർ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അത് കൊണ്ട് കൊടുക്കാൻ പോയതാണേ. സ്റ്റാർ കൊള്ളാവോ? പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് പുറത്ത് നല്ല വെയിലായതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ പുൽക്കൂടിൻ്റെ പണി അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അപ്പം ഞാൻ അകത്ത് കയറി വന്നിട്ട് ഈ തെർമോക്കോൾ വെച്ചിട്ട് കുഞ്ഞു കുട്ടി സ്റ്റാറുകൾ ഉണ്ടാക്കി എടുക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് കേട്ടോ. നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ തെർമോക്കോളിൻ്റെ സ്റ്റാർ കിട്ടുമല്ലോ, അത് ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. എന്തായാലും സംഗതി സക്സസ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഞ്ഞു പീസ് വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു സ്റ്റാറും കൂടി വരച്ച് കൊടുത്തിട്ട് ഈ ഒരു ബ്ലേഡോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ. അപ്പം നമുക്ക് സ്റ്റാറിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും. ഇതിൻ്റെ സൈഡുകളൊക്കെ നല്ല നീറ്റാക്കി നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്റ്റാർ ആവുമേ. അപ്പം ഞാൻ ഇത് ഇങ്ങനെ തന്നെയാണ് എൻ്റെ പുൽക്കൂടിലല്ല ക്രിസ്മസ് ട്രീയിൽ തൂക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗ്ലിറ്ററോ എന്തെങ്കിലും കളറുകളോ എന്തെങ്കിലും സീക്വൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് വെച്ച് കൊടുത്തതാണേ. തെർമോക്കോളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇത് കൂടി ഒന്ന് ചെയ്ത് നോക്കിക്കോ. പിന്നെ ബ്ലേഡും കത്തിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, കൈയൊന്നും മുറിയാതെ സൂക്ഷിക്കണേ. കുഞ്ഞു മക്കളൊന്നും ഇത് ട്രൈ ചെയ്യാൻ പോവല്ലേ കേട്ടോ. കണ്ടോ? ഇതുപോലെ കുറേ സ്റ്റാറുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വെയിലൊക്കെ ആയതുകൊണ്ട് പണി രാത്രിയിലത്തേക്ക് അങ്ങ് മാറ്റി വെച്ചതാണേ. നമ്മൾ രാത്രിയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു പരിപാടിയൊക്കെ നടത്തുന്നത്. ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ മരം കൊണ്ടിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നൊരു വീഡിയോ ചെയ്യാവോന്ന്. ഞങ്ങൾ സത്യത്തിൽ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒരു മരം വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി ശിഖരങ്ങളൊക്കെ ഉള്ള ഒരു മരമാണ് കിട്ടിയത്.
മരത്തിലുണ്ടായിരുന്ന ഇലകളൊക്കെ നല്ലതുപോലെ ഊരിക്കളഞ്ഞ് നല്ല വൃത്തിയാക്കി അങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇരുട്ടത്ത് പിടിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലിയർ ഒക്കെ കുറവായിരിക്കും കേട്ടോ. നമ്മൾ ഇരുട്ടത്ത് ചെയ്യുന്നത് നല്ല വെയിലായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അതുകൊണ്ട് ആ വെയിൽ കൊള്ളണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇരുട്ടത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴാണെങ്കിലോ ഇരുട്ടത്ത് ഭയങ്കര മഞ്ഞ് കാരണം നല്ലതുപോലെ എനിക്ക് തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അണ്ണനാണെങ്കിൽ പിന്നെ തണുപ്പും മഞ്ഞൊന്നും ഒരു പ്രശ്നമേ അല്ല, എത്ര വേണമെങ്കിലും തണുപ്പത്തിരുന്നോളൂ. നമ്മുടെ വീടാണ് കേട്ടോ ഇത്. കണ്ടോ, നമ്മുടെ പുൽക്കൂട് സൈഡിൽ തന്നെയുണ്ട്. അതിൻ്റെ ആ ഒരു ഭാഗത്താണ് നമ്മൾ ട്രീയും കൂടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈറ്റുകളാണ്. നമ്മൾ ഈ സാധനങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല കേട്ടോ. നമ്മളൊരു കഴിഞ്ഞോ അതിൻ്റെ അങ്ങേ വർഷം ഏതോ ടൈമിൽ വാങ്ങിച്ചതാണ് കേട്ടോ. അത് നമ്മൾ ഇതുപോലെ ക്രിസ്മസ് വരുമ്പോഴത്തേക്കും എടുത്ത് ഡെക്കറേറ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല രീതിക്ക് എടുത്ത് പാക്ക് ചെയ്ത് നമ്മളങ്ങ് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ അടുത്ത ഓരോ വർഷങ്ങളിലും നമുക്ക് വാങ്ങണ്ടല്ലോ, എല്ലാ വർഷവും നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കുഴി എടുത്തിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ കൂടി നമ്മൾ തറയിലേക്ക് അടിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലൈറ്റുകളൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. നല്ലതുപോലെ ക്രിസ്മസ് ട്രീയും നമ്മുടെ പുൽക്കോടും കൂടിയൊക്കെ നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മിന്നൂട്ടനും ഋതുക്കുട്ടിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ 2 പേർക്കും തൊപ്പിയും കൊടയും ഒക്കെ കൊടുത്തിട്ടാണ് അടുത്ത് നിർത്തിയിരുന്നത്. അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ചുമയും ജലദോഷവും ഒക്കെ ആയിട്ട് ആകെ പ്രശ്നമാവും. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ നേരെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോയതാണേ. അതിനിടയ്ക്ക് ഇതേ അണ്ണൻ ഇവിടെ ഒരു സാധനമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുൽക്കൂടിന് മുകളിലായിട്ട് ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അണ്ണൻ. ഞാനപ്പം നമ്മുടെ ആ ഒരു ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഇതിലേക്ക് തൂക്കിയിട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ, അണ്ണൻ സെറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ല ആ ലൈറ്റ്, അത് ഇതാണേ. കണ്ടില്ലേ, ക്രിസ്മസ് ട്രീ അല്ല നമ്മുടെ പുൽക്കൂടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു കമ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു സ്റ്റാറിൻ്റെ ലൈറ്റ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രാവിലെയുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, ഇഷ്ടമായില്ലേ? ഇനി നമുക്ക് ലൈറ്റും കൂടിയൊക്കെ ഇട്ടിട്ട് രാത്രി ഉള്ളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ? രാത്രി നമ്മൾ ബാക്കിയുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ലൈറ്റ് മാത്രം ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റാറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നിങ്ങൾക്ക് പുൽക്കൂടൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.